ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോട്ടിക് ഹണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നും ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള ജനത നെഞ്ചിലേറ്റിയ പദ്ധതിയാണ് ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയയുടെ വേരറുക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോട്ടിക് ഹണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നും ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള ജനത നെഞ്ചിലേറ്റിയ പദ്ധതിയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൺ പരിപാടിയുടെ മഹാസമ്മേളനം ആലപ്പുഴ ലിയോ 13th സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചിട്ട് 60ാമത്തെ ദിവസമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ആദ്യത്തെ 50 ദിവസത്തിനുള്ളിൽ തന്നെ 8215 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലായത് 8835 പേരാണ്. 6.6 കിലോ MDMA പിടിച്ചെടുത്തു. 754 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. 295 ഗ്രാം ഹീറോയിൻ പിടിച്ചെടുത്തു. മാത്രമല്ല, ഇത് കൂടാതെ ധാരാളം ലഹരി പദാർത്ഥങ്ങൾ കേരള പോലീസ് ഇതിനകം തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് ഈ കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത്രയും അറസ്റ്റുകളും നിരന്തരം ആക്റ്റീവായിട്ടുള്ള റെയ്ഡുകളും പോലീസ് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ മുന്നേറ്റമാണെന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കോൺസ്റ്റബിൾ മുതൽ DGP വരെ ഉറങ്ങാതെ ഉണർന്നിരുന്നുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ 12 മണി മുതൽ ഇപ്പോഴും കേരളത്തിലെ ജയിലുകളിൽ പോലീസും ജയിൽ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് സംയുക്തമായ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിൽ പുള്ളികളുടെ കയ്യിൽ പോലും ഈ മാരകമായ മയക്കുമരുന്നുകൾ എത്തുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് പോലീസും ജയിൽ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് റെയ്ഡ് നടത്താൻ തീരുമാനിച്ച ധാരാളം ഈ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് 50 ദിവസം കൊണ്ട് 8215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 8835 പേർ അറസ്റ്റിലായി. 6.6 കിലോ MDMAയും 754 കിലോഗ്രാം കഞ്ചാവും 295 ഗ്രാം ഹെറോയിനും ഇതുകൂടാതെ ധാരാളം ലഹരി പദാർത്ഥങ്ങളും ഓപ്പറേഷന്റെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്തതായി മന്ത്രി പറഞ്ഞു. കോൺസ്റ്റബിൾ മുതൽ DGP വരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൂഫാൻ കെയറിന്റെ ഭാഗമായി കേരളത്തിലെ 35 ആശുപത്രികൾ സൗജന്യ ചികിത്സ നൽകുന്നതിന് പോലീസുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് അതിർത്തികളിൽ ശക്തമായ പരിശോധനകൾ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും മലയാള ചലച്ചിത്ര താരം മോഹൻലാലും പങ്കെടുക്കുന്ന മഹാസമ്മേളനം സംഘടിപ്പിക്കും. ലഹരി പദാർത്ഥങ്ങളോട് നോ എന്ന് പറയാനുള്ള ധൈര്യം യുവാക്കൾ കാണിക്കണമെന്നും വരും തലമുറയെ സംരക്ഷിക്കുവാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഡെപ്യൂട്ടി സ്പീക്കർ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. AD തോമസ് MLA പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി
പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബനെ തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി രമേശ് ചെന്നിത്തല ബാഡ്ജ് അണിയിച്ചു. രജി ചെറിയാൻ MLA, DGP റവാഡ ചന്ദ്രശേഖർ, ജില്ലാ കളക്ടർ ഷാജി വി നായർ, DIG യതീഷ് ചന്ദ്ര, മുനിസിപ്പൽ ചെയർപേഴ്സൺ മോളി ജേക്കബ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KR അജയ്, ആലപ്പുഴ ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിൽ, മുൻ MLA മാരായ AA ഷുക്കൂർ, ബാബു പ്രസാദ്, ജനപ്രതിനിധികൾ തൂഫാൻ വാരിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു.